ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി അത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴച്ചൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളകുണ്ട്, ഉരുളൻകിഴങ്ങ്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി, കറി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയുള്ള ഒന്ന് തീ നിർത്തി വയ്ക്കാം. ചപ്പാത്തി മാവ് നമുക്ക് ബോൾസുകളായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. 4 എണ്ണമായി നമ്മൾ ബോൾസായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇത് ചപ്പാത്തി പലകയിലോട്ട് വെച്ച് പരത്തിയെടുക്കാം. അത് പരത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമുക്ക് എല്ലാം ഒരുമിച്ച് അടുക്കി വെക്കാം. ഓരോന്നോരോ പുറത്തോട്ട് അടുക്കിയാണ് വെക്കുക. കൈ വെച്ചോ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഓരോന്ന് ചുരുട്ടിയെടുക്കാം. ചുരുട്ടി വെച്ച് ഇനി ഓരോ പീസുകളാക്കി കട്ട് ചെയ്യാം. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ പരത്തിയെടുക്കാം. നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടിനകത്തോട്ട് ചേർക്കുക. കുറച്ച് മസാല നമുക്ക് അതിനകത്ത് വയ്ക്കാം.
രണ്ട് സൈഡിൽ നിന്നും വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ചെയ്യാം. മസാല എല്ലാം വെച്ച് നമുക്ക് ഇതേപോലെ ബാക്കിയും ചെയ്തെടുക്കാം. ഫില്ലിങ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ച് നമ്മൾ പാത്രത്തിലോട്ട് വയ്ക്കും. നമ്മുടെ ഫില്ലിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇത് എണ്ണയ്ക്കകത്ത് നമുക്ക് വേവിച്ചെടുക്കാം. എണ്ണയ്ക്കകത്താണെങ്കിൽ മൂപ്പിച്ചെടുക്കാം. ചൂടായി വരുന്നുണ്ട്. തിളച്ച് വരട്ടെ എണ്ണ. അന്നേരം എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് ചൂടോടെ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. ഓരോന്നിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ മണ്ടയിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കണം. ആദ്യമേ ഒരെണ്ണം നമ്മൾ കോരി വെച്ച് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കോരി എടുത്ത് വെക്കും. ഇതെല്ലാം റെഡിയായി. നമുക്കിതിന് കോരി വാങ്ങാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, 4 മണി പലഹാരമായിട്ട് കഴിക്കാം ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചിലതൊന്നും ചെറിയൊരു മൂക്ക് പോയി, ചിലത് മീഡിയത്തിലായി. ഒരു വെജിറ്റബിളാണ് വെച്ചേക്കുന്നതിനകത്ത്. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർക്കാം. ചിക്കൻ വേണമെങ്കിലും ബീഫ് വേണമെങ്കിലും എല്ലാം വേണമെങ്കിലും ചേർക്കാം. ഇത് ഞാനൊരു വെജിറ്റബിൾ വെച്ചേ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയ ഇഷ്ടപ്പെടും. എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ എല്ലാവരും വീട്ടിലും തയ്യാറാക്കുക, നോക്കുക. എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. കൂടുതലും നമുക്ക് 4 മണി പലഹാരമായിട്ട് കഴിക്കാം. ചായയുടെ കൂടെയൊക്കെ, രാവിലെ ചായയുടെ കൂടെ കഴിക്കാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഈ സ്നാക്സ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും നാളെ വരാം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് ആദ്യം കിട്ടണമെങ്കിൽ ഓൾ ബട്ടൺ ഒന്ന് അമർത്തിയാൽ കിട്ടും. മറ്റൊരു റെസിപ്പിയും നാളെ വരാം.